ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമാണ് 28,000 കോടീശ്വരന്മാരെ സൃഷ്ടിക്കുക എന്നത്. ഇതിനായി അവർ കണ്ടെത്തിയ ഒരു പ്രോജക്റ്റാണ് ചന്ദന തോപ്പുകൾ. ഒരു 5 സെന്റ് പ്ലോട്ടിൽ 20 ചന്ദന തൈകൾ വെച്ചുകൊണ്ട് പദ്ധതി ആരംഭിക്കുകയും ചെയ്തു. ചന്ദനം എന്നത് വില കൂടിയ ഒരു വസ്തുവാണ്. അതിന് സെക്യൂരിറ്റി ഒരുക്കേണ്ടത് ജസ്പേഡിൻ്റെ ഉത്തരവാദിത്വവുമാണ്. അതിനായി ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ് നടത്തുന്നത് എന്തെല്ലാമാണെന്ന് നമുക്ക് കേൾക്കാം. നമസ്കാരം സർ. നമസ്കാരം. സാറിൻ്റെ പേര്? എൻ്റെ പേര് വാവരാജൻ. സ്ഥലം? വയനാടാണ്. മാനന്തവാടി. ജോലിയോ? ജോലി ഞാൻ ഒരു എക്സ് ആർമി പേഴ്സണാണ്. 25 വർഷം പട്ടാളത്തിൽ സർവീസ് ചെയ്തു. ഓക്കെ. ഇപ്പോൾ എങ്ങനെയായാലും ചന്ദനം എന്ന് പറയുന്നത് നല്ല വാല്യൂ ഉള്ളൊരു സാധനമാണ്. ഓഫ് കോഴ്സ്. അപ്പോൾ ഇതിൻ്റെ കമ്പനിയും കർഷക കൂട്ടായ്മയും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി സിസ്റ്റം എന്നുള്ളത് ചർച്ച ചെയ്യണം എന്തായാലും. അപ്പോൾ ഒരു ആർമി പേഴ്സൺ എന്നുള്ള നിലയിൽ സാറിന് അവിടുത്തെ ഒരു സെക്യൂരിറ്റി മെഷേഴ്സ് കണ്ട സമയത്ത് എന്താ തോന്നിയത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണത്. ശരിക്ക് ഏറ്റവും കൂടുതൽ മോശം പോകുന്നൊരു സാധനമാണ് ചന്ദനം. കാരണം ഈ ലോകത്ത് 6,000 ടൺ ആവശ്യമുണ്ട്, 600 ടൺ പോലും പ്രൊഡക്ഷൻ ഇല്ല. ഇന്ത്യയിൽ 2,000 ടൺ പ്രതിവർഷം ആവശ്യമുണ്ട്, 100 ടൺ പോലും ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിന് പുറത്ത് ഭയങ്കര വാല്യൂ ആണ്. എക്സ്പോർട്ട് ബ്രാൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റം ഞാൻ നോക്കുമ്പോൾ സാറ്റലൈറ്റ് സർവൈലൻസ് ഉണ്ട്, CCTV, സ്മാർട്ട് ചിപ്പ് ഇൻസ്റ്റലേഷൻ മരങ്ങളിൽ, അത് കഴിഞ്ഞ് ഡോഗ് സ്ക്വാഡ്, ഇലക്ട്രിക് ഫെൻസിങ്, 24 hours അവിടുത്തെ വർക്കേഴ്സിൻ്റെ നോട്ടം, ഇതെല്ലാം കൂടി നോക്കുമ്പോൾ നമുക്ക് വളരെ വലിയ ഒരു സെക്യൂരിറ്റിയാണ് ഇതിനു വേണ്ടി തരുന്നത്. ഒരു ആർമി ഏരിയ എങ്ങനെയാണോ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അത്രയും നല്ല രീതിയിലാണ് ഇവരിത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നു. അതുകൂടാതെ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ജനങ്ങൾക്കൊരു സെക്യൂർ ആയിട്ടുള്ളൊരു ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഡെവലപ്പ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ആർമിയിൽ എനിക്ക് ജോലി കിട്ടിയ സമയത്ത്, ആർമിയിൽ എനിക്ക് പോകാൻ കഴിഞ്ഞ സമയത്ത് എനിക്ക് വളരെ വലിയ സന്തോഷം തോന്നിയിരുന്നു. എന്നാൽ അതിലും വലിയ സന്തോഷമാണ് ഇപ്പോൾ തോന്നുന്നത്. ബിക്കോസ് ഇവിടെ ജനങ്ങളെ സേവിക്കുന്നതിൻ്റെ കൂടെ പ്രകൃതിയെ കൂടി സംരക്ഷിക്കുന്ന ഒരു വലിയ കാര്യമാണ് ഇവിടെ നടക്കുന്നത്. മാത്രമല്ല ഇത് വാങ്ങുന്നവർക്ക് ലാഭം, കൊടുക്കുന്നവർക്ക് ലാഭം, കമ്പനിക്ക് ലാഭം, ഗവൺമെൻറ്റിന് വളരെ വലിയ ലാഭം, ലാൻഡ് രജിസ്ട്രേഷനും പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ടാക്സും കാര്യങ്ങളുമൊക്കെ. പിന്നെ വരുന്ന സമയത്ത് ഇതിൻ്റെ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യുന്ന കമ്പനി ഇതൊക്കെ ഇൻസ്റ്റലേഷൻ വരുമ്പോൾ നാച്ചുറലി ഇതിന് വളരെ വലിയ ഇൻകം ജനറേറ്റ് ആകും. അതിലൂടെ നമുക്ക് നമ്മുടെ നാട്ടുകാരെയും ജനങ്ങളെയും നമ്മുടെ കേരളത്തെ ഇന്ത്യയിലെയും മൊത്തം, അതായത് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് പോയ ആ ചന്ദനത്തിൻ്റെ മാർക്കറ്റ് നമുക്ക് തിരികെ പിടിക്കാൻ പറ്റും. ഇന്നത് ഓസ്ട്രേലിയയുടെ കയ്യിലാണ്. ഓസ്ട്രേലിയ ഇന്ത്യൻ ചന്ദനം എന്നും പറഞ്ഞിട്ട് ലോകത്ത് മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ പണ്ടുണ്ടായിരുന്ന ടിപ്പു സുൽത്താൻ എന്ന് പറഞ്ഞ രാജാവ്, അത് രാജാക്കന്മാരുടെ ഇതാണ്. അത് എന്താ പറയുക, കീഴാളന്മാർ വളർത്താൻ പാടില്ലെന്നും അവരുടെ ഭൂമിയിലുണ്ടെങ്കിൽ അത് രാജാവിന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അത് രാജാവിൻ്റെ മാത്രമാക്കി മാറ്റി. അതിന് ശേഷം വന്ന ഈ ബ്രിട്ടീഷുകാരും അതേ പാത തന്നെയാണ് പിന്തുടരുന്നത്. അത് കഴിഞ്ഞ് വന്ന നമ്മുടെ ഗവൺമെൻറ്റുകളും അത് തന്നെയാണ് പിന്തുടർന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഇത് ആരും കൃഷി ചെയ്യാതായി. പിന്നെ ഗവൺമെൻറ് ഒരു ഇത് വന്നു, 70% നിങ്ങൾക്ക് തന്നേക്കാം, ബാക്കി 30% ഗവൺമെൻറ് എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴും ജനങ്ങളിത് ഏറ്റെടുത്തില്ല. കാരണം ഭയം കളവ് പോകുന്നുള്ളതാണ്. കളവ് പോയി കഴിഞ്ഞാൽ ആരുടെ പേരിൽ, ആരുടെ ഭൂമിയിലാണോ അതുള്ളത് അവരുടെ പേരിലാണ് കംപ്ലയിൻറ്റ് വരിക. അതൊരു വലിയ സെക്യൂരിറ്റി ഇഷ്യൂ ആയിരുന്നു. അങ്ങനെ അത് മാറ്റി ഇപ്പോൾ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന 100% നിങ്ങൾക്ക് തന്നെ തന്നേക്കാം. അപ്പോഴും ജനങ്ങൾ ഏറ്റെടുക്കാൻ ഭയന്നിരുന്നത് ഈ സെക്യൂരിറ്റി സിസ്റ്റത്തിന് പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ അതെല്ലാം മാറ്റി മോഷണം പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ ഗവൺമെൻറ്റിൻ്റെ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സാൻഡൽവുഡ് പ്ലാന്റേഷൻ പ്രൊജക്റ്റിൻ്റെ ഭാഗം, അതുകൂടാതെ സ്മാർട്ട് ഫോറസ്റ്റ്, ഇതിന് രണ്ടിൻ്റെ ഇൻവോൾവ്മെൻറ്റോട് കൂടി ഇപ്പോൾ നമ്മളുടെ ഈ ജസ്പേഡ് ഇൻ്റർനാഷണൽ കമ്പനി ഈ ലോകത്ത് തന്നെ വലിയൊരു മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നത്. അത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിന് വളരെ വലിയ ഇതായിരിക്കും. വയനാട് ഡിസ്ട്രിക്റ്റ് ഓൾറെഡി വലിയൊരു ഭൂമിയിലേക്ക് പോകും. കേരളം അതേമാതിരി ഇന്ത്യ, ഓൾ വേൾഡിലെ മാർക്കറ്റ് നമ്മളിലേക്ക് തിരിച്ച് പിടിക്കാൻ. ഒരേ ഏക്കറിലാണ് ഇത്രയും തൈകളുള്ളത്. 5 സെന്റിൽ 20. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഇന്ത്യയിൽ ഇപ്പോൾ പ്രൊഡക്ഷനെ കുറിച്ച് പറഞ്ഞു, നമുക്ക് ആ ഒരു വാല്യൂയിലേക്ക് എത്താൻ നമ്മൾ ഈ ഒരു പദ്ധതി കൊണ്ട് പറ്റുമോ? 15 വർഷം കൊണ്ട് വരില്ല. വരുന്നൊരു 40 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ പറ്റിയേക്കും. അതെ, റീപ്ലാന്റിംഗ് ഒക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഓൾ വേൾഡിലുള്ള റിക്വയർമെൻറ്റ് മുഴുവനാക്കാൻ കഴിയുള്ളൂ. അതുമാത്രമല്ല ദിവസവും ഇതിൻ്റെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. യൂട്ടിലൈസേഷൻ കൂടുകയാണ്, പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് ഇത് കൂടിക്കൊണ്ടിരിക്കും. ഇപ്പം നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ ആയുർവേദിക്, അരോമതെറാപ്പി നോർമൽ ഇതിലായിരുന്നു. ഇപ്പോൾ അത് ഇംഗ്ലീഷ് മെഡിസിനിലടക്കം ഉപയോഗിക്കാൻ വരുന്നുണ്ട്. ക്യാൻസറിന് ഏറ്റവും വലിയൊരു ഇതാണെന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെ ഇപ്പോൾ നമ്മുടെ കമ്പനി വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ടൂറിസത്തെക്കുറിച്ച് കൂടി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അത് 16 ചന്ദന മരങ്ങളാൽ ചുറ്റപ്പെട്ട കോട്ടേജ്, അത് ഈ ലോകത്തെവിടെ ഇല്ല. അപ്പോൾ അതൊക്കെ കൂടി വന്നു കഴിയുമ്പം ശരിക്കും നമ്മളുടെ സൊസൈറ്റി വളരെ വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് പോകും. ഒരു സംശയമില്ലല്ലോ. എല്ലാവരും എടുത്തു പറഞ്ഞ സെക്യൂരിറ്റി എന്ന് പറയുന്നത് CCTV, ചിപ്പ് അങ്ങനെയുള്ളത് മാത്രമാണ്. പിന്നെ എന്തൊക്കെയാണ് ഉള്ളത് പ്രൊവൈഡ് ചെയ്യുന്നത്? സാറ്റലൈറ്റ് സർവൈലൻസ് ഉണ്ട്, അതുകൂടെ ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ട്, പിന്നെ ഡോഗ് സ്ക്വാഡ്. ഏറ്റവും മെയിനായിട്ടുള്ള ഇതാണ്. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൂടി ഒരു ഗൈഡൻസ് ഉണ്ടായിരുന്നു അതിൽ. കാരണം രാത്രിയിൽ അതായത് ഗാർഡ് ഉറങ്ങിപ്പോയാൽ പോലും
രാത്രി പട്ടി അത് ഉണർന്നിരിക്കും. അപ്പോൾ ഡോഗിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. അതുകൊണ്ട് ഈ ഡോഗ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഇവിടെ പ്രൊവൈഡ് ആവുന്നുണ്ട്. പിന്നെ അതുകൂടെ 24 hours അവിടെ ആൾക്കാരുണ്ടാവും. പിന്നെ ഈ സ്മാർട്ട് ചിപ്പിലൂടെ ഒരു ശക്തിയായിട്ട് ആ മരത്തിൽ ആരെങ്കിലും തട്ടുകയോ മുട്ടുകയോ ഒരു ഇരുമ്പിൻ്റെ എന്തെങ്കിലും കൊള്ളുകയോ ചെയ്താൽ 10 മൊബൈലിലേക്കാണ് ഇതിൻ്റെ മെസ്സേജ് പോവുക. പോലീസ് സ്റ്റേഷൻ, ഗാർഡ് കൺട്രോൾ റൂം, MD, ചെയർമാൻ, ഇതിൻ്റെ ഓണറിൻ്റെ നെക്സ്റ്റ് ഓഫ് കിൻ, അതേപോലുള്ള എല്ലാ ഇതിലേക്കും പോകും. അതായത് നിലവിൽ ഇപ്പോൾ പുറത്ത് വരുന്ന രീതിയിലുള്ള ആശങ്കകളൊന്നും ജനങ്ങൾക്ക് ആവശ്യമില്ല. കാരണം ഇത്രയും വലിയ സെക്യൂരിറ്റി അതെ, സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതിനുള്ള സപ്പോർട്ടുകൾ കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു വിശ്വാസ്യതയിൽ പല മാധ്യമങ്ങളും ഇതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. മാധ്യമങ്ങളുടെ അറിവ് കുറവ് കൊണ്ടാണ്. ഇപ്പോൾ ചില സമയത്തൊക്കെ നമ്മളെ ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചാൽ പോലും അവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. IWST സൈറ്റിനെ കുറിച്ച് അറിയാത്ത ഉദ്യോഗസ്ഥന്മാരുണ്ട്. അത് തെറ്റ് പറയല്ല, ബിക്കോസ് അവർ അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. അതാണ് ശരി. അതാണ് മെയിൻ. നമുക്ക് എന്താ സാർ മുന്നേ പറഞ്ഞ പോലെ ഇത്ര പ്രൊഡക്ഷൻ ഒക്കെ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ലാത്തതിൻ്റെതായ പ്രശ്നങ്ങളായിരിക്കും. അതായത് മൈസൂർ സാൻഡൽ സോപ്പിൻ്റെ ആ കമ്പനി മേടിച്ചത് കഴിഞ്ഞ വർഷം 157 കോടി രൂപയുടെ ഓയിലാണ്, എസൻഷ്യൽ ഓയിൽ. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ ഇവിടെ തന്നെ ഉപയോഗിക്കേണ്ട പണമാണ് ഈ പോകുന്നത് പുറത്തേക്ക്. അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്തേ പറ്റൂ. അപ്പോൾ അത് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു പുതിയ സംരംഭം, അത് ഈ ലോകത്ത് ആദ്യമായിട്ട് വന്നുകൊണ്ട് പെട്ടെന്ന് ആൾക്കാർ കേൾക്കുമ്പം പഴയ നടന്ന തട്ടിപ്പുകളെ കുറിച്ചൊക്കെയാണ്, ആട് തേക്ക് മാഞ്ചി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാർ അതിനെ ടാലി ചെയ്യുന്നത്. ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. ബിക്കോസ് ഇത് ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നൊരു കാര്യമാണ്. ലോകത്തെ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളത്, ഏറ്റവും കൂടുതൽ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതും എല്ലാമായിട്ടുള്ളൊരു പ്രൊജക്റ്റാണിത്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞു വരുമ്പോൾ ആൾക്കാർ ഇതെല്ലാം മാറ്റിക്കോളും, ഇങ്ങനെയുള്ള താരതമ്യപ്പെടുത്തലൊക്കെ ഒഴിവാക്കും. ഇതിൽ വേറൊരു ആശങ്ക എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പേരാണ്, ജസ്പേഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പേരാണ് പുറത്തു വരുന്നത്. അതിലപ്പുറം ഇതിനോടൊപ്പം പ്രവർത്തിക്കുന്ന കർഷക സംഘടനയുണ്ട്. അത് രണ്ടും കൂടെ ഉള്ളൊരു പ്രവർത്തനം എങ്ങനെയാണ് നിങ്ങൾ രണ്ട് സൈഡുകളും? അതെ, ഇത് പിന്നെ ഗവൺമെൻറ് ഇതിനെ അനൗൺസ് ചെയ്തപ്പോൾ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ 70% തരാം, 30% കമ്പനി ഗവൺമെൻറ്റിന് മതി, ബാക്കി നിങ്ങൾ എടുത്തുവെന്ന് പറഞ്ഞപ്പോൾ ആരും ഏറ്റെടുത്തില്ല. അത് കഴിഞ്ഞ് മുഴുവൻ തരാമെന്ന് പറഞ്ഞിട്ട് ഏറ്റെടുത്തില്ല. അങ്ങനെ തിരുവനന്തപുരത്തൊരു മീറ്റിംഗ് നമ്മുടെ കേരള ഗവൺമെൻറ് വിളിച്ചു കൂട്ടി. അവിടെ ധാരാളം പേര് വന്നിരുന്നു. അവിടെ ഏകദേശം 350 കൂടുതൽ കമ്പനികളും ഏജൻറ്റുകളൊക്കെ വന്നു. പക്ഷേ എന്നിട്ടും ആരും ഏറ്റെടുത്തില്ല. ബിക്കോസ് ഓഫ് ദി സെക്യൂരിറ്റി. ആ സെക്യൂരിറ്റി വീലൂടെയാണ് അവർ പേടിച്ചിരുന്നത്. അത് ഏറ്റെടുത്താണ് നമ്മുടെ ജസ്പേഡ് ഇൻ്റർനാഷണൽ കമ്പനി. അങ്ങനെയാണിത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇതിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റംസ് കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പോയി അവിടെ നിന്നുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞു. അവിടെ വലിയൊരു ബോർഡ് തന്നെ ഉണ്ട് നമ്മുടെ ഫോറസ്റ്റ് ഓഫീസിൻ്റെ മുമ്പിൽ, മറയൂർ. ഇത് രാജകീയ വൃക്ഷമായ ചന്ദനം വളർത്തു, കോടികൾ സമ്പാദിക്കൂ, പണം കൈനിറയെ പണം നേടും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത്രയ്ക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പോലും ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആരും ചെയ്യുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ കമ്പനി ഇതിനെ ഏറ്റെടുത്ത് 25 വർഷം. അതെ. അപ്പോൾ ഇത്രയും വർഷം 25 വർഷത്തെ ട്രഡീഷണൽ ബിസിനസ് എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെ ജസ്പേഡ് ഇൻ്റർനാഷണൽ കമ്പനി ഇത് ഏറ്റെടുത്ത് ഈ കൈതൊട്ട മേഖലകളിലെല്ലാം പൊന്നാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ MDയും ചെയർമാനുള്ള ഈ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരിത് ഏറ്റെടുത്തോടുകൂടി ഒന്നും നോക്കേണ്ട കാര്യമില്ല, ഫുള്ളായിട്ട് വിശ്വസിക്കുക, കണ്ണും അടച്ച് വിശ്വസിക്കുക. അത് മാത്രമല്ല, ഇതിൻ്റെ ഫൈനൽ ഹാർവെസ്റ്റിംഗ് ടൈമിൽ ഇപ്പോൾ ജനങ്ങൾ ചോദിക്കും ഇതെന്തിനാ ഈ ജസ്പേഡ് ഇതൊക്കെ ചെയ്യുന്നതെന്ന്. യെസ്, ഫൈനൽ ഹാർവെസ്റ്റിംഗ് ടൈമിൽ കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് 5% കമ്പനികളാണ്. അത് എഗ്രിമെൻറ്റഡ് ആണ്. അതെ, എഗ്രിമെൻറ്റ് ആദ്യം തന്നെ ഉണ്ടാവും. അത് നമ്മളുടെ കയ്യിലാണ്. കാരണം നമുക്ക് ഈ കസ്റ്റമറിന് പൈസ വരുന്നത് ട്രഷറി വഴിയാണ്. ട്രഷറി വഴി കസ്റ്റമറിന് പൈസ കിട്ടുമ്പോൾ അതിൽ നിന്ന് കൊടുക്കേണ്ടത് ആ കസ്റ്റമറാണ് കൊടുക്കേണ്ട കമ്പനി. അതെ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാണിക്കുന്ന വിശ്വാസ്യത അതെ അന്ന് നമ്മൾ കാണിക്കണം. ആ 5% കൊടുത്തുകൊണ്ട് കാണിക്കണം. അത് ഓൾറെഡി എഗ്രിമെൻറ്റിലുണ്ട്. അത് വാങ്ങാൻ വേണ്ടി കൂടിയാണ് ഇവർ ഇത്രയും നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്. അതിലൂടെ ഇതിനെ വിശ്വസിക്കുന്ന 28,000 പേരെ കോടീശ്വരനാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ ചെയ്തിട്ടുള്ളത്? എല്ലാ കമ്പനികളും അവരവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഇവർ മാത്രമാണ് ജനങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യുന്നത്. അതുമാത്രമല്ല, ഗവൺമെൻറ്റിനുള്ള ഫുൾ സപ്പോർട്ടും കൊടുത്തുകൊണ്ട് പ്രകൃതിയെ കൂടി സംരക്ഷിച്ചുകൊണ്ടെന്നുള്ളതാണ് മെയിൻ പോയിന്റ്. ഏറ്റവും വലിയ കാര്യം അതാണ്. കാരണം ഇപ്പോൾ വലിയ വലിയ റോഡുകളൊക്കെ വരുമ്പോൾ ധാരാളം മരങ്ങൾ ആണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ വരുന്ന ടെമ്പറേച്ചർ വ്യത്യാസവും കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വരാൻ പോകുന്ന സമയത്ത് ഇത് വലിയൊരു ഭവിഷ്യത്തിലേക്ക് മാറുമ്പോഴാണ് ഇവിടെ 5,60,000 കൂടുതൽ മരങ്ങൾ വെച്ചുകൊണ്ട്, അതും ചന്ദന മരങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ ഓക്സിജൻ ഇത് കൂട്ടിക്കൊണ്ട് നമ്മുടെ കമ്പനി ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ റീപ്ലാന്റേഷൻ എന്നുള്ള ഒരു കാര്യം പലരും പറയുകയുണ്ടായി. അതായത് നിങ്ങൾക്ക് ഈ മരം 10 വർഷത്തിൻ്റെയോ 15 വർഷത്തിൻ്റെ ഉള്ളിലോ മുറിച്ച് ഗവൺമെൻറ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ റീപ്ലാന്റേഷൻ പോസിബിലിറ്റി ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അതും ജസ്പേഡ് കമ്പനി നിങ്ങൾക്ക് കൂടെ തീർച്ചയായിട്ടും. അതായത് നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവിടെ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞു. ഈ സെക്യൂരിറ്റി സിസ്റ്റംസ് എല്ലാം അവിടെ ഉണ്ട്. അതിനുവേണ്ടി ഇനി പണം മുടക്കേണ്ട കാര്യമില്ല. സ്ഥലം വാങ്ങാൻ വേണ്ടി നമുക്ക് പൈസ ഇനി മുടക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് നമുക്ക് ആ ഇയർലി വരുന്ന മെയിൻ്റെനൻസ് ചാർജ് മാത്രം കൊടുത്താൽ മതി. അവർ വീണ്ടും അത് റീപ്ലാന്റ് ചെയ്ത് അവർ തന്നെ വളർത്തി വലുതാക്കി അവർക്ക് 5% അവസാനം കിട്ടിയാൽ മതി. ഇപ്പോൾ 5 കോടി രൂപ ഒരാൾക്ക് കിട്ടുമ്പോൾ 25 സൈക്ലിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കും. അതെ, അത് എവരി 12 to 15 ഇയേഴ്സിൽ നമുക്ക് അത് 5 കോടി കിട്ടിക്കൊണ്ടിരിക്കും. അത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ.
ഫ്യൂച്ചർ. അതായത് നമ്മൾ വേറെ ഏതൊരു കൃഷി ചെയ്താലും ശരിയാ ബാക്കി കൃഷികളെല്ലാം വേണം. പക്ഷേ ഈ കൃഷിയിലൂടെ ഒരു ഫാമിലിക്ക് കിട്ടുന്ന കോടികളാണ്. ഒരിക്കലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇപ്പം ഞാൻ ആർമിയിൽ സർവീസ് ചെയ്താൽ എനിക്ക് 1 കോടിയൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. എന്നാൽ ഇവിടെ വെറും 12 വർഷത്തിനുള്ളിൽ കിട്ടാൻ പോകുന്നത് 5 കോടിയിൽ മേലെയാണ്. 5 കോടി ഏറ്റവും കുറഞ്ഞതാണ്. ഗവൺമെൻറ് തന്നെ പറയുന്നു വരുന്ന ഒരു 10, 12, 15 വർഷത്തിനുള്ളിൽ 1 കിലോ ചന്ദനത്തിന് 1.5 ലക്ഷത്തിൽ മേലെ പോകുമെന്ന് പറയുന്നു. നമ്മൾ ജസ്പെറ്റ് ഇൻഡസ്ട്രി പറയുന്നു 87,500 കൂട്ടിയാൽ മതി. നമ്മൾ ഒത്തിരി ഒന്നും കൂട്ടണ്ട, കൂടുതൽ കിട്ടുകയാണെങ്കിൽ ബോണസ്. ഓക്കെ, താങ്ക് യു. Thanks for watching. Don't forget to like, share and subscribe for more insightful comparisons and business tips.